അങ്ങനെ ആ ലോങ് വീക്കെൻഡിന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത സ്ഥലം വർക്കലയായിരുന്നു. വർക്കല എത്ര പോയാലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ്. കടൽ തന്നെ ആവാം അതിന് കാരണം. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ വർക്കലയിലേക്ക്. മഴയത്ത് യാത്ര പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഇറങ്ങിയെങ്കിലും മഴയൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയായി. വർക്കലയിൽ സൗത്ത് ക്ലിഫിലുള്ള ക്ലിഫ് സ്റ്റോറീസ് എന്നുള്ള റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിനു മുൻപ് 1.5 വർഷം മുൻപ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഈ റിസോർട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈമും ഇവിടെ തന്നെ ചൂസ് ചെയ്തത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പെട്ടി ഞങ്ങൾ അൺപാക്ക് ചെയ്തു. സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ കടൽ കാണാൻ പോയത്. റിസോർട്ടിനോട് ചേർന്ന് തന്നെ കടലുണ്ട്. സൗത്ത് ക്ലിഫിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ടിനും കടലിൻ്റെ വ്യൂ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഉണ്ടാവണം. ഈ റിസോർട്ടിൽ നമുക്ക് ഇരിക്കാനും കടൽ കാണാനും ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഏരിയ ഇത്രയും ഏരിയയാണ്. ഇവിടെയാണ് പൂള്, കഫേ, അതുപോലെ ഇരുന്ന് കടൽ കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അതൊക്കെ അവർ ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത്തവണ വർക്കല പോയപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു. സീസൺ അല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം കമ്പാരിറ്റീവ്ലി ആൾ വളരെ കുറവായിരുന്നു. റിസോർട്ടിലും വർക്കല ക്ലിഫിലും ബീച്ചിലും ഒക്കെ തിരക്ക് വളരെ കുറവായിരുന്നു. എനിക്ക് കടലിലെ സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ വർക്കല പോയപ്പോഴും സൺസെറ്റ് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ ഓർത്തില്ല മഴ ടൈമാണ്, സൺസെറ്റ് കാണാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന്. സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അതെനിക്ക് വിഷമമായി. ആദ്യമായിട്ടാണ് ഞാനൊരു ട്രിപ്പ് പോകുമ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ പോകുന്നത്. എവിടെ പോകണം, എന്ത് ചെയ്യണം, ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എന്തായാലും പോവാം, ചെന്നിട്ട് നോക്കാം, അതായിരുന്നു പ്ലാൻ. LPG ഇഷ്യൂസ് കാരണം റിസോർട്ടിലെ കഫേ ക്ലോസ്ഡ് ആയിരുന്നു, ഓപ്പൺ ആയിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അത് അറിയുന്നത്, കഫേ ഓപ്പൺ അല്ലെന്ന്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള വേറെ ഏതെങ്കിലും കഫേയിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴാണ് ക്ലിഫ് സ്റ്റോറീസിന് അടുത്ത് തന്നെയുള്ള സർവ കഫേ കണ്ടത്. കുറച്ചുകൂടി റിസർച്ച് ചെയ്തപ്പോൾ കഫേ ആക്ച്വലി ഫേമസ് ആയിട്ടുള്ളൊരു കഫേ ആണെന്നും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ ഈ കഫേയുടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അതും ക്ലിഫിൽ തന്നെയാണ്, സൗത്ത് ക്ലിഫിൽ തന്നെയാണുള്ളത്. കടൽ കണ്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവരവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കടലൊക്കെ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കഫേ തന്നെയാണിതുള്ളത്. ആൻഡ് ഇവിടെ കുറേ ഐറ്റംസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്മൂത്തി ബൗളാണ്. ഹെൽത്തി പിടിക്കാമെന്ന് വെച്ചാണ് സ്മൂത്തി ഓർഡർ ചെയ്തത്. പൈനാപ്പിൾ മാംഗോ സ്മൂത്തി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ സീഡ്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവർ ആ സ്മൂത്തി ബൗൾ തരുന്നത്. എന്നാലും ടേസ്റ്റ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഞങ്ങൾ അത്ര സ്മൂത്തി ഫാൻസ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വർക്കല ക്ലിഫിലോട്ട് പോയി കടൽ കാണാൻ. ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നടക്കാൻ ക്ലിഫിൽ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ നടക്കുന്ന വഴിക്ക് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട്. സോനിയാസ് കിട്ടുന്ന, ബീച്ച് വയേഴ്സ് കിട്ടുന്ന, പലതരം ഡ്രസ്സസ് കിട്ടുന്ന, അങ്ങനെ പലതരം കടകളും കഫേസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ക്ലിഫിൻ്റെ സൈഡിലുള്ള ഈ വാക്ക് വേ. ഒരു കംപ്ലീറ്റ് സൺസെറ്റ് അല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു സൺസെറ്റ് കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങളും നടന്നു. ഈ വാക്ക് വേയുടെ സൈഡിലായിട്ട് ഒരുപാട് വലുതും ചെറുതുമായ കഫേസ് ഉണ്ട്. മുൻപ് വന്നപ്പോൾ ഞാൻ ഇറ്റാലിയനോ കഫേയിലും ഡാർജിലിംഗ് കഫേയിലും കയറിയിട്ടുണ്ട്. ആ 2 കഫേസും അത്യാവശ്യം ഫേമസ് കഫേസ് ആണ്. അത് രണ്ടും ഈ വാക്ക് വേയുടെ സൈഡിലാണ്. ഈ ടൈം ഞങ്ങൾ കയറിയത് വേറെ ഒരു കഫേയിലാണ്. ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കിന് രാത്രിയായി. വേൾഡ് കപ്പ് ആയതുകൊണ്ട് വാക്ക് വേയുടെ എൻട്രി തന്നെ പല കൺട്രികളുടെയും തോരണങ്ങളും ഫ്ലാഗുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഫേയിലൊക്കെ കയറി അതുവഴി നടന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ഫ്ലാഗുകളുടെയൊക്കെ ഫോട്ടോസ് എടുക്കാനും കാണാനും ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്നു, ഫ്ലാഗൊക്കെ കണ്ടു. അത്യാവശ്യം രസമാണ് അതങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. രാത്രി കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അന്ന് രാത്രി നിലാവും ഉണ്ടായിരുന്നു, നല്ല നിലാവ്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കടലൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞു കുറേ നേരം ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ലക്ഷ്യം കടലിലിറങ്ങുക എന്നുള്ളതായിരുന്നു. ഇവിടെ റിസോർട്ടിൻ്റെ താഴെയായിട്ട് സ്റ്റെപ്പുകളുണ്ട് നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ കടലിലെത്തും. താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ സൈഡിലായിട്ട് അവരിങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നും കടൽ കാണാം. കുത്തനെയുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുന്നത് എനിക്ക് അത്യാവശ്യം പേടിയുള്ള കാര്യമാണ്. സ്റ്റെപ്പുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും താഴോട്ട് നോക്കിയാൽ എനിക്ക് പേടി വരും. ഹൈറ്റ് ഭയങ്കര പേടിയാണ്. പിന്നെ പേടിയില്ലാത്ത ഒരാൾ സപ്പോർട്ട് ചെയ്താലും ഞാൻ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ചില സമയത്ത് ഞാൻ സ്റ്റക്കാവും. ഇതങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ്. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നോർമലായിട്ട് ഒരാൾ ഇറങ്ങുന്ന സ്റ്റെപ്പ് പോലും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ സ്റ്റക്കായി പോവും പേടിച്ച്. ഇതത്ര കുത്തനെയുള്ള സ്റ്റെപ്പുകളല്ല, നോർമലായിട്ട് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്റ്റെപ്പുകളേ ഉള്ളൂ. പിന്നെ എനിക്ക് ഹൈറ്റ് പേടി ഉള്ളതുകൊണ്ടാണ് ഇറങ്ങാൻ പേടി. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് ഞങ്ങൾ കടലിനടുത്തെത്തി. ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. ഒരുപാട് പേര് കടൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കടൽ ആസ്വദിച്ചതേ ഉള്ളൂ. റിസോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലെല്ലാം റിസോർട്ട്സും കഫേസും ആണ്. കഴിഞ്ഞ ദിവസം കഫേ നോക്കിയപ്പോഴാണ് അടുത്ത് തന്നെയുള്ള ട്രിപ്പീസ് ലൈഫ് എന്ന കഫേയുടെ കാര്യം ഞാൻ കാണുന്നത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ആ കഫേയിലും കൂടി കയറിയിട്ട് പോകാമെന്ന്. ക്ലിഫ് സ്റ്റോറീസിനടുത്ത് തന്നെയാണ് ട്രിപ്പീസ് ലൈഫ് കഫേയും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധിക ടൈം ആവാത്തത് കൊണ്ട് തന്നെ അധികം വിശപ്പുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു തിരാമിസു മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നത് 3 ഏരിയയിലായിട്ടാണ്. ഒന്ന് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്, എയർ കണ്ടീഷൻഡ്. പിന്നെ 2 ഓപ്പൺ ഏരിയ ആണുള്ളത് നമുക്കിരിക്കാൻ. ഇതിൽ കടലിനോട് ചേർന്നുള്ള ഏരിയ, ഞങ്ങൾ പോയത് മോർണിംഗ് ടൈമിലായതുകൊണ്ട്, മോർണിംഗ് അല്ല, ലൈക്ക് ഒരു 12 PM ഒക്കെ ആയി നമ്മളവിടെ എത്തിയപ്പോൾ. ആ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിൽ ഇരുന്നില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സിറ്റിംഗ് ഏരിയയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളവിടെ പോയ ടൈം ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇങ്ങനെയുള്ള കടലിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയ സമയം രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ ആയിരിക്കും. അപ്പോൾ ചൂടൊന്നും ഇല്ലാതെ വെയിലൊന്നും ഇല്ലാതെ കുറേ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈവനിങ് ടൈമിൽ ഇവിടെ നല്ല ലൈറ്റ് ആയിരിക്കുമെന്ന് തോന്നി. ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനും കുറച്ച് നേരം അവിടെ നിൽക്കാനും കാണാനും ഒക്കെ അത്യാവശ്യം നല്ല ലൈറ്റും തണലും ഒക്കെ ഈവനിങ് ടൈമിൽ ഉണ്ടാവും. വെയിലുണ്ടെങ്കിലും കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നെക്സ്റ്റ് പോകേണ്ട ലൊക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു സ്പോട്ട്, ഒരു ഹിഡൻ സ്പോട്ട് നിയർ വർക്കല, അവിടോട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും സൂര്യൻ എല്ലാ എനർജിയും എടുത്ത് വെയിൽ തരാൻ തുടങ്ങി. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട് ഈ സ്പോട്ടിലേക്ക്. അതും കടലിൻ്റെ സൈഡിൽ കൂടെ. കടലിൻ്റെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് നടക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആദ്യം തോന്നും. പക്ഷേ ആ മണലിൽ കൂടി നടക്കുന്നത് നല്ല ഡിഫിക്കൾട്ടാണ്. ഈ ബീച്ചിലൂടെ കുറച്ച് ദൂരം നടന്നാൽ ലേക്കും കണ്ടൽക്കാടും എത്തും. ആ കണ്ടൽക്കാട് കാണാനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ദൂരം ഉണ്ടായിരുന്നു കണ്ടൽക്കാട്ടിലേക്ക് എത്താൻ. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങളും നടന്നു. നമ്മൾ അങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ലേക്കും ലെഫ്റ്റ് സൈഡിൽ കടലുമുള്ള ഈ ഒരു സ്ഥലത്തെത്തും. ഒരുപാട് റീലുകളിൽ കണ്ടിട്ടുള്ള പാലക്കാട്ടെ പല സ്ഥലങ്ങളുമാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അത്യാവശ്യം നല്ല സ്ഥലം കേട്ടോ ഇത്. കുറച്ച് നേരം ഈവനിങ് ടൈമിലൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലം. അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകണം ഈ കണ്ടൽക്കാടുള്ള സ്ഥലം എത്താൻ. ഈ വെയിലത്ത് മണലിൽ കൂടി നടക്കുന്നത് അത്യാവശ്യം പാടാണെങ്കിലും നടന്ന് നമ്മളവിടെ എത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അധികം ആരെയും കണ്ടില്ലെങ്കിലും ഇങ്ങ് നടന്നെത്തിയപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെയും പോവാൻ നല്ല ടൈം മോർണിംഗോ ഈവനിങ്ങോ ആണെന്ന് തോന്നി. കാരണം വെയിലായതുകൊണ്ട് എല്ലാം പച്ചപ്പ് മങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങൾ റീലിൽ കണ്ട സ്ഥലത്തിന് കുറച്ചുകൂടി പച്ചപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ മഴ സമയം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പോയ ടൈമിൻ്റെയോ ആവാം. വെയിലില്ലാത്ത ടൈമിൽ വന്നാൽ ഫോട്ടോഷൂട്ട് എടുക്കാനും പറ്റിയൊരു ലൊക്കേഷനാണിത്. ഏതൊരു നല്ല സ്ഥലത്തെയും നശിപ്പിക്കാൻ മനുഷ്യനെത്തിയാൽ മതി എന്ന് തോന്നി. കാരണം വെള്ളത്തിലും കരയിലുമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കിടപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളും തിരിച്ചിറങ്ങി. അങ്ങനെ ആ യാത്രയും കഴിഞ്ഞു.